മോർണിംഗ് ഗൈസ്. ഇന്നൊരു കിടിലം വ്ളോഗ് എടുക്കാൻ പോവാണ്. മറക്കാതെ എല്ലാവരും കാണാം. എവിടെയാണെന്നല്ലേ, ഇന്ന് ഇപ്പോൾ വെളുപ്പിന് മണി 3:30 കഴിഞ്ഞു. ഞങ്ങൾ തമിഴ്നാട് പോവാണ് ഗൈസ്. അപ്പോൾ അതിനൊരു വീഡിയോ വേണ്ടേ. വെളുപ്പിനെ എഴുന്നേറ്റ് കുളിച്ച് ഒരു അമ്പല ദർശനവും കൂടി ആയിട്ട് കാണാൻ മറക്കല്ലേ. ഞാൻ കുളിച്ച് റെഡിയായി ഫുൾ ബ്ലാക്കിലാണ് നിൽക്കുന്നത്. ഇനിയൊരു ഷർട്ടും കൂടി ഇതിനൊപ്പം വരുന്നുണ്ട് കേട്ടോ. എല്ലാവരും എൻ്റെ വീട്ടിൽ ഞാൻ ഉറങ്ങാണ്ടിരുന്നു. എല്ലാവരും ഇപ്പോൾ എണീക്കുന്നതേ ഉള്ളൂ. മണി ഇപ്പോൾ 4:30 ആയിട്ടോ. നമ്മളൊരു 5:36 ഇവിടെ നിന്ന് ഇറങ്ങും, അതാണ് പ്ലാൻ. സോ എല്ലാവരും വരുന്നതേ ഉള്ളൂ, എണീക്കുന്നേ ഉള്ളൂ. എല്ലാവർക്കും വേണ്ടി ഞാൻ ചായ ഇടുകയാണ്. കണ്ടോ, ചായ ഇടുകയാണ്. റെഡിയായിട്ട് ഇറങ്ങുന്നു അടുത്ത വീഡിയോ. പിന്നെ ഞങ്ങൾ ഇറങ്ങുന്നു. അപ്പോൾ ഓക്കെ ഗൈസ്, മണി ഇപ്പോൾ 6:20 ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ. നമ്മളിപ്പോൾ കുമാരകോവിലെത്തി കേട്ടോ. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഇറങ്ങിയതാണ്. കഴിഞ്ഞിട്ട് ഇപ്പം മണി 11:30. ഞങ്ങൾ 6:30 വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. ഇതിനിടയ്ക്ക് നമ്മൾ വാഷ്റൂം പോകാനും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനൊക്കെ ആയിട്ട് പെട്രോൾ പമ്പിലൊക്കെ ആയിട്ട് നമ്മൾ നടത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇപ്പോൾ തിരുച്ചെന്തൂരെത്തി. ഞങ്ങൾ കാറ് പാർക്ക് ചെയ്തിട്ട് അമ്പലത്തിൻ്റെ ആ ഭാഗത്തോട്ട് നടക്കുകയാണ് കേട്ടോ. ഇനി ഇവിടുത്തെ വിശേഷങ്ങൾ നോക്കാം. ഞാനിത് സെക്കൻഡ് ടൈം ഇവിടെ വരുന്നത്, പക്ഷേ അമ്പലത്തിനകത്ത് കയറാനാണ് വരുന്നത്. അമ്പലത്തിനകത്ത് ഫസ്റ്റ് ടൈമാണ് കേട്ടോ. അന്ന് പുറത്ത് വന്നിട്ട് എൻ്റെ സിസ്റ്ററിൻ്റെ കുട്ടിക്ക് മുട്ടയടിച്ച് കാതൊക്കെ കുത്തിയത്. അതിപ്പോഴല്ല, വർഷങ്ങളായി, 2-3 വർഷമായി. അപ്പം ഇന്ന് ഇവിടെ അമ്പലത്തിലേക്ക് വന്നേക്കുന്നു. കാണിച്ചു തരാം കേട്ടോ. ഇതാണ് കേട്ടോ എൻട്രി വരുന്നത്. പിന്നെ നമ്മൾ ഇതിനകത്ത് കംപ്ലീറ്റ് ഇനി നടക്കാനൊക്കെ ഉണ്ട് ഒരുപാട്. ഇനി ഇതിനകത്ത് നമ്മൾ ഫുള്ള് നടക്കാനുണ്ട് കേട്ടോ ഒരുപാട്. വഴി നടന്നു വന്നപ്പോൾ കണ്ട ഒരു പന്നിക്കുട്ടിയാണ് കേട്ടോ. ഇവിടെ മാത്രമല്ല, അവിടേക്ക് ഇരിപ്പുണ്ട്. അവിടെ നിന്നൊക്കെ വരികയാണ് ഇങ്ങോട്ടേക്ക്. ഇതാണ് വഴി. ഞങ്ങൾ വരുന്ന വഴിക്ക് കഴുതയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാരണം കാറിലാണല്ലോ. ഞങ്ങൾ പെട്ടെന്ന് കണ്ടത്. ഇപ്പോൾ ഒരു 11:40 ആയിട്ടുണ്ട്. അതുകൊണ്ടാണോ എന്നറിയില്ല, തിരക്ക് കുറവാണ്. പക്ഷെ ഒരു രക്ഷയില്ല. ഭയങ്കര സ്മെല്ലാണ്. ഭയങ്കര എന്താ പറയുക, വല്ലാത്തൊരു വൃത്തിയായിട്ട് സ്മെല്ലാണ് ഈ നടക്കുന്ന ഇതിനകത്ത് തന്നെ. ഏകദേശം 1/2 കിലോമീറ്ററോളം നടന്നിട്ടാണ് നമ്മൾ ഇതിന് അമ്പലത്തിലോട്ട് പോകുന്നത്. അവിടെ എങ്ങനെയാണെന്ന് അറിയില്ല, ഈ വരുന്ന വഴിക്ക് ഭയങ്കര സ്മെല്ല. എന്താ പറയുക, വൃത്തിയൊന്നുമല്ല. ഓ മൈ, കൊച്ചുകുട്ടികളെ കൊണ്ടുപോകുമ്പോൾ നമ്മൾ സൂക്ഷിക്കണം. ഇന്നെന്തോ ഈ 11:40 ഇവിടെ തിരക്കില്ല. അന്ന് ഒരിക്കൽ ഞാൻ പറഞ്ഞല്ലോ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് ഇത്രയും ഇതൊന്നും അല്ല, ഭയങ്കര തിരക്കാണ്. പിന്നെ നമ്മൾ കൂട്ടം തെറ്റി വരെ പോയിട്ടുണ്ടായിരുന്നു അന്ന്. അങ്ങനത്തെ അവസ്ഥയാണ് ഗൈസ്. ഇവിടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ അതൊക്കെ. അപ്പോൾ നമുക്കറിയാൻ പറ്റുമോ. സ്നാക്സ്, പിന്നെ ദൂരെ നിന്ന് വരുന്നവർക്ക് ഇവിടെ വന്ന് റിഫ്രഷ് ചെയ്യാനായിട്ടുള്ള ലോഡ്ജുകളും റൂംസും പൂജ ഐറ്റംസിൻ്റെ ഷോപ്പുകൾ, പിന്നെ ഈ ടോയ്സ് അങ്ങനത്തതൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ ഈ തത്തമ്മയുടെ കൈ നോക്കുന്ന പരിപാടികൾ, അല്ലാതെ ഐസ്ക്രീം ചേട്ടനൊക്കെ നമ്മളെ കണ്ടപ്പോൾ ബെല്ലടിക്കുന്നു കണ്ടോ. ഇതൊക്കെ കാണുമ്പോൾ നല്ല ആംബിയൻസ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ വരുന്ന വഴി അങ്ങനെ ആയിരുന്നില്ല. ഇവിടെ കണ്ടോ അത്യാവശ്യം തിരക്ക് കുറവാണ്. ഇനി ഞങ്ങൾ അകത്ത് കയറുമ്പോൾ ഫോണ് അവിടെ പറ്റുമോയെന്ന് പോലും അറിയില്ല കേട്ടോ. വീഡിയോഗ്രാഫി ഫോട്ടോഗ്രാഫിയൊക്കെ അമ്പലത്തിനകത്ത് പറ്റുമോ എന്ന് അറിയില്ല. നോക്കട്ടെ, പറ്റുന്നത് പോലെ നമ്മൾ വീഡിയോ എടുക്കുന്നതായിരിക്കും ഗൈസ്. ഫുള്ള് ഈ നേർച്ചയുടെ ഭാഗമാണ്. മറ്റേ ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് തൊട്ടിലെട്ടുന്ന പരിപാടികളാണ്. അമ്പലത്തിലേക്കുള്ള പഴം, തേങ്ങ ഫുള്ള് ചാക്കായിട്ടിരിക്കുകയാണ്. കണ്ടോ, ഫുള്ള് പൂജ ഐറ്റംസിൻ്റെയൊക്കെ ഒരു സംഭവങ്ങളൊക്കെയാണ്.
പാപ്പു പാക്കട്ടെ പാക്കട്ടെ പാക്കട്ടെ. ആ പൊട്ട് കണ്ടില്ലായിരുന്നു, ഞങ്ങളുടെ വാവടയ്ക്ക് വെച്ചതാ കേട്ടോ. 10 രൂപയുള്ളൂ കേട്ടോ. അതൊക്കെ വെക്കാം. എൻ്റെ ലൈഫ് ഞാൻ കാണുന്നുണ്ട്. 25 രൂപ ഫസ്റ്റ് ടൈം ഇത്രയും ചെറുത്. ആദ്യം ഗണപതിയുടെ ക്ഷേത്രമുണ്ട് ഫസ്റ്റ്. അതിൽ കയറി ഞങ്ങൾ തേങ്ങ അടിച്ചതിന് ശേഷമാണ് അകത്തേക്ക് കയറുന്നത് കേട്ടോ. അപ്പോൾ കയറുന്നതിന് മുമ്പ് ഒരാൾ എൻ്റെ അമ്മയോട് ഇങ്ങനെ ജ്യോത്സ്യം പോലെ എന്തോ പറയുകയാണ്. എനിക്കറിഞ്ഞൂടാ, വിശ്വാസമുള്ളവർക്ക് അത് ചെയ്യാം. ഇവിടെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് കൈ നോക്കുന്നത്, തത്തമ്മയെ കൊണ്ട് പറയിപ്പിക്കുന്നത് കേട്ടോ. അകത്തുള്ള വിശേഷം ഇടാമേ. തന്നെ നമുക്ക് ബീച്ചിൻ്റെ ഒരു കടൽ ഇതുണ്ട്. നമ്മളിവിടെ പോയി ഒന്ന് വെള്ളം തളിച്ചിട്ട് നമ്മൾ അമ്പലത്തിനകത്ത് കയറുന്നതായിരിക്കും കേട്ടോ. നമ്മളങ്ങോട്ട് പോവാണ്. ഇവിടെ ഇങ്ങോട്ട് അകത്ത് കയറിയപ്പോൾ അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ. പിന്നെ ഒരു കാര്യം, ഏറ്റവും പണി നടക്കുക കേട്ടോ. ഫുള്ള് പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അമ്പലത്തിനകത്ത് ഫോൺ അലൗഡ് അല്ലായിരുന്നു. സോ സൈലൻ്റ് ആക്കിയിട്ട് വെക്കായിരുന്നു ചെയ്തത്. ഫോൺ എടുത്തു കഴിഞ്ഞാൽ അവർ പിടിക്കും, പിന്നെ നമുക്ക് കിട്ടത്തില്ല. പിന്നെ അതിൻ്റെ ബാക്കിലാണ്. അതുകൊണ്ട് അതിനകത്തുള്ള ഒന്നും എടുക്കാൻ പറ്റില്ല. ഭയങ്കര ക്യൂ ആയിരുന്നു. 12 മണിക്ക് അതിനകത്ത് കയറിയിട്ട് ജസ്റ്റ് ഇപ്പോൾ 2:30 ആയപ്പോഴാണ് ഇറങ്ങിയത്. അത്രയും നേരം ക്യൂ നിന്നിട്ടാണ് ഫുള്ള് തൊഴാൻ പറ്റിയത്. ഇതിനിടയ്ക്ക് പൈസ കൊടുക്കാണ്ട് നമുക്ക് ദർശനത്തിന് തൊഴാൻ പറ്റും. പിന്നെ ഞങ്ങൾ 100 രൂപ കൊടുത്ത്, ഒരാൾക്ക് 100 രൂപ എന്ന കണക്കിന് ടിക്കറ്റ് എടുത്തിട്ട് ഞങ്ങൾ കയറിയത്. എന്നിട്ട് ഭയങ്കര തിരക്കും, ഒരു രക്ഷയില്ല. പിന്നെ ഒരാൾക്ക് 500 രൂപ കൊടുത്താൽ കുറച്ചും കൂടി എന്താ പറയുക, ദൈവത്തിൻ്റെ ആ ഒരു അടുത്ത് നിന്ന് പ്രാർത്ഥിക്കാനായിട്ടൊക്കെ പറ്റും. അങ്ങനത്തെ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. ഭയങ്കര തിരക്ക്, ഭയങ്കര വെയിൽ, ഒരു രക്ഷയില്ല. കണ്ണു പോലും തുറക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് സത്യം. അമ്മാതിരി വെയിലാണ്. സോ എന്തായാലും എല്ലാവരും ഇവിടെ വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഇത് പറയുക. പിന്നെ ഇവിടെ ഓൾമോസ്റ്റ് എല്ലാവരും എന്താ പറയുക, നമ്മൾ കുറ്റം പറയുന്നതല്ല, പക്ഷേ എല്ലാവരും ഒരു ബിസിനസ് മൈൻഡിലാണ് ഇവിടെ കാണുന്നത്. എന്താണെന്ന് എനിക്കറിയില്ല. എല്ലാവരും കൈ നോക്കുന്നത് തത്തമ്മയുടെ ഇതൊക്കെ വെറുതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് എന്താ പറയുക, അതിന് വേണ്ടിയിട്ട് എൻ്റെ ഒരു 100 പേർക്ക് മേളിൽ ഇതിൻ്റെ പുറത്തുണ്ട്, ഈ അമ്പലത്തിൻ്റെ പുറത്ത്. ഒരു രക്ഷയില്ല. പക്ഷെ നല്ലതാണ്. അകത്ത് പോകുമ്പോൾ തന്നെ നമുക്കൊരു ഡിവൈൻ ഫീൽ ഉണ്ടാവും. നല്ലതാട്ടോ. വരാത്തവർ ഒരിക്കലെങ്കിലും വരിക. എൻ്റെ ഫസ്റ്റ് ടൈമാണ് അകത്ത് കയറി തൊഴുന്നത്. അപ്പോൾ പിന്നെ ഫോൺ അലൗഡ് അല്ല കേട്ടോ. ഫോൺ അലൗഡ് അല്ല. പുറത്ത് ലോക്കറുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കാറിലോ എന്തെങ്കിലും സേഫായിട്ട് വെക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. ഒന്നേക്കോട്ടെ. അപ്പോൾ ഞങ്ങൾ പുറത്തിറങ്ങി പണി നടക്കുകയാണ് അമ്പലത്തിൻ്റെ ഒരു സൈഡിൽ. ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെയാണ്. ഒരു രക്ഷയില്ല. കണ്ടോ ഗൈസ്, ഇതുപോലെ കുറേ ആൾക്കാർ പൈസ ഒന്നും മേടിക്കുന്നുണ്ട്. അന്നദാനത്തിനാണ് അങ്ങനെയൊക്കെ പറഞ്ഞ്, പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആരും അത് വിശ്വസിക്കരുത് കേട്ടോ. എല്ലാം വെറുതെയാണ്. പൈസ ഉണ്ടാക്കാൻ വേണ്ടി മാത്രം ഇറങ്ങി വരുന്ന ആൾക്കാരാട്ടോ. പിന്നെ പറഞ്ഞ കാര്യമല്ല, ഇത്തരം അമ്പലങ്ങളിൽ, ഫേമസ് ആയ അമ്പലങ്ങൾ ഇങ്ങനത്തൊക്കെ ഉണ്ടാവും. നമ്മൾ കുറച്ച് ജാഗ്രതയായ നല്ലതാണ്. പോക്കറ്റ് അടിക്കാതെ ഇരിക്കും. അങ്ങനെ നമ്മുടെ തിരുച്ചെന്തൂർ മുരുകക്ഷേത്രത്തിലുള്ള ട്രിപ്പ് കഴിഞ്ഞു. ഇനി ഇത് കഴിഞ്ഞിട്ട് നമ്മളെല്ലാവരും ടയേർഡാണ്. നമ്മൾ വേറെ ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴാണ് എത്ര മണിക്ക് ഇവിടെ നിന്ന് കറക്റ്റായിട്ട് നമുക്ക് ഇറങ്ങാൻ പറ്റുക, ദർശനം കഴിഞ്ഞൊന്നും അറിയില്ലായിരുന്നു. ആണ് നമ്മൾ വേറെ ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല. സോ ഇനിയിപ്പോൾ ഞങ്ങൾ എന്താ പറയുക, അമ്പലത്തിൻ്റെ ആ പരിസരം, ആ ഏരിയയിൽ തന്നെ നമ്മൾ പുറത്തേക്ക് വന്നു. ഇനിയിപ്പോൾ കാർ പാർക്കിങ്ങിലോട്ട് പോവാണ്. കാറിൽ കയറി കഴിഞ്ഞിട്ട് ഡിസ്കസ് ചെയ്യും. അതിനിടയ്ക്ക് ഫുഡ് അടിക്കണം. കാരണം മണി ഓൾറെഡി 3:30 ആയി. എല്ലാവർക്കും നല്ല വിശപ്പുണ്ട്. അപ്പം എല്ലാം ഫുഡ് കഴിച്ചിട്ട് അടുത്ത് ഇനി ബാക്ക് ടു ഹോം ആണോ അതോ അതിനിടയ്ക്ക് വേറെ എന്തെങ്കിലും പ്ലാൻസ് ഉണ്ടോ എന്നുള്ളത് അറിയിക്കാം. ഓക്കെ. പൊയ്ക്കൊണ്ടിരുന്ന വഴിയിൽ ഒറ്റ മനുഷ്യരില്ല ഈ റോഡിൽ, പക്ഷെ ഒരു ലോഡ് ആടുകൾ. അപ്പോൾ കണ്ടപ്പോൾ ഒന്ന് ഇറങ്ങി. നിങ്ങൾക്കൊന്ന് ആ വീഡിയോ കാണിച്ചു തരാം. കണ്ടോ ഗൈസ്, ഒറ്റ മനുഷ്യരില്ല, പക്ഷേ ഒരു ലോഡ് ആടുകളുണ്ട്. കാണാമോ? ഞങ്ങൾ ട്രിവാൻഡ്രം പോകുന്ന വഴിയാണ് കേട്ടോ ഗൈസ്. പക്ഷേ ഞാൻ അടുത്ത് പോകുന്നില്ല കേട്ടോ, കാരണം എനിക്ക് ചവിട്ടുകളിലുള്ള സാഹചര്യം പറ്റിയ. പക്ഷേ കണ്ടോ എന്തുമാത്രമാണ്. എനിക്കിങ്ങനെ ആനിമൽസൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ.
ആംബിഷനും ഒരു വെറ്റിനറി ഡോക്ടർ ആവണമായിരുന്നു. പക്ഷെ പല സാഹചര്യത്താൽ അത് നടക്കില്ല. പക്ഷെ നല്ല രസം, നല്ല കാറ്റ്, ഒരു രക്ഷയില്ലല്ലോ, ഒരു രക്ഷയില്ല. കിട്ടില്ല അതുപോലെയൊക്കെ വെക്കേഷൻ. ആകെപ്പാടെ ഞാനും എൻ്റെ അളിയനും മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാവരും നല്ല സുഖമാവുക. ടെമ്പിളിലൊക്കെ പോയി വന്നതിൻ്റെ ക്ഷീണ. ഞാൻ ഫുഡിൻ്റെ വീഡിയോ എടുക്കാൻ വിട്ടുപോയി ഗൈസ്. വേറെ ഒന്നല്ല, നല്ല വിശന്ന് ഫുഡ് കേട്ടപ്പോൾ ഞാൻ നല്ലതായിട്ട് കഴിച്ചു കേട്ടോ. നമ്മുടെ തമിഴ്നാട് സ്റ്റൈൽ ബിരിയാണി ആയിരുന്നു. കഴിച്ചു, ഓക്കെ ആയിരുന്നു, ഒരു ആവറേജ് ആയിരുന്നു. ആകെ മത്ത് പിടിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാണ് വഴിയിലൂടെ ഒരു ഓറഞ്ച് ജ്യൂസിൻ്റെത് കണ്ടത്. നമ്മുടെ സ്ട്രീറ്റിലുള്ളതാട്ടോ. അപ്പോൾ ഒന്ന് വാങ്ങിച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. എല്ലാവർക്കും ഒന്ന് ഇഷ്ടമായാൽ നമുക്ക് കുറച്ച് കൂടുതൽ മേടിക്കാമെന്ന് കരുതി വന്നിരിക്കുന്നു. നമുക്ക് പോയി മേടിക്കാം. ഒരു ഓറഞ്ച് ജ്യൂസ്, ഐസ് കൊടുക്കും. ഓറഞ്ച് ജ്യൂസ് ആട്ടോ. നോക്കാം, നമുക്ക് കുടിച്ച് നോക്കണം എങ്ങനെയുണ്ട്. നോക്കൂ ഗൈസ് അതിൻ്റെ മേക്കിംഗ്. നല്ല രസമുണ്ട് കേട്ടോ. കണ്ടോ, മലയും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രസമുണ്ട്. ഇവിടെ ആണെങ്കിൽ തൊട്ടടുത്ത് ഇങ്ങനത്തെ കുറേ പ്ലാസ്റ്റിക് ഐറ്റംസിൻ്റെ ഷോപ്പും എല്ലാം ഉണ്ട്. നോക്കൂ ഗൈസ്, ഇങ്ങനെ കറക്കുമ്പോഴാണ് ഇവിടെ ജ്യൂസ് വരുന്നത് കേട്ടോ. കണ്ടോ, വാവ്, എന്തൊക്കെ ടെക്നോളജീസാണ് ഗൈസ്. അണ്ണ ഒരു ഗ്ലാസ് എവ്വളോ? 30 രൂപ. ഒരു ഗ്ലാസ് 30 റുപ്പീസ് ആട്ടോ. അണ്ണ 2 ഗ്ലാസ്സിലാണ് വിട്ട് തരുമോ? നമ്മളെല്ലാവരും ട്രയൽ ചെയ്യുന്നതുകൊണ്ട് നമ്മൾ 2 ഗ്ലാസ്സിലായിട്ട് ഒരു ജ്യൂസിനെ ഷെയർ ചെയ്യാം കേട്ടോ. കുടിച്ച് നോക്കിയിട്ട് ഞാൻ പറയാം. മിക്സിംഗ് ഒക്കെ വേറെ ലെവലാണ്. ഇവിടെ അമ്മാക്കണം. അങ്ങനെ ഓറഞ്ച് ജ്യൂസ് എനിക്ക് ഇഷ്ടമായിട്ട് വീണ്ടും മേടിക്കണേ. ഒരു ഗ്ലാസ് 30 രൂപ ഓറഞ്ച് ജ്യൂസാണ്. കാരണം വെള്ളം പോലും ചേർക്കുന്നില്ല. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കണ്ടോ, കളറോ ആർട്ടിഫിഷ്യൽ കളേഴ്സോ അങ്ങനെ ഒന്നുമില്ല. ഞങ്ങളിത് പാർസൽ എടുക്കുന്നുണ്ട് പോകുന്ന വഴിക്കും കുടിക്കാനൊക്കെ ആയിട്ട്.